നമസ്കാരം കുട്ടികളെ, എൻ്റെ പേര് അനീഷ് ഭാസ്കർ, വൊക്കേഷണൽ ടീച്ചർ ഇൻ AST ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സസ്പെൻഷൻ സിസ്റ്റം വാഹനത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മുടെ വാഹനം സ്മൂത്തായിട്ടുള്ള റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിലേക്ക് കടന്നു വരുന്ന റോഡ് ഷോക്കുകൾ വളരെ കുറവായിരിക്കും. അതേസമയം റഫായിട്ടുള്ള ഒരു റോഡിലൂടെയാണ് വാഹനം സഞ്ചരിക്കുന്നതെങ്കിൽ അതിലേക്ക് കടന്നു വരുന്ന ആഘാതത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ വാഹനത്തിലേക്ക് കടന്നു വരുന്ന ഈ ആഘാതത്തിൻ്റെ അളവിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. സസ്പെൻഷൻ സിസ്റ്റത്തിന് പ്രധാനമായിട്ടും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ധർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ? ഒന്ന്, വാഹനത്തിനെ റോഡ് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കുക. വാഹനത്തിനെയും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും റോഡ് ഷോക്കിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നീട് വരുന്നത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ സഹായിക്കുക. സ്റ്റിയറിംഗ് സിസ്റ്റത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുവാൻ വേണ്ടി സഹായിക്കുക. മൂന്നാമതായി, വാഹനത്തിൻ്റെ ടയറും റോഡും തമ്മിലുള്ള ഗ്രിപ്പ് എപ്പോഴും നിലനിർത്തുക എന്നുള്ളതും സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ധർമ്മമാണ്. അടുത്തതായി, വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിലനിർത്തുന്നതും സസ്പെൻഷൻ സിസ്റ്റമാണ്. വാഹനത്തിൻ്റെ റൈഡ് ഹൈറ്റ് നിലനിർത്തുക എന്നുള്ളതും സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ധർമ്മങ്ങളിലൊന്നാണ്. അതേപോലെ തന്നെ ശരിയായ ദിശയിൽ വാഹനം ചലിക്കുന്നതിന് സഹായിക്കുന്നതും സസ്പെൻഷൻ സിസ്റ്റം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിലെ റിജിഡ് ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ലീ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. റിയർ ഡ്രൈവ് വെഹിക്കിൾസിലാണ് കൂടുതലായിട്ടും ലീ സ്പ്രിംഗ് ഉപയോഗിക്കുന്നത്. ലീ സ്പ്രിംഗ് ലോഞ്ചിറ്റ്യൂഡണലായിട്ടാണ് ഘടിപ്പിക്കുന്നത്. ലീ സ്പ്രിംഗ് ഒന്നിലധികം പ്ലേറ്റുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ടെമ്പേർഡ് ആയിട്ടുള്ള പ്ലേറ്റുകളായിരിക്കും, സ്റ്റീൽ പ്ലേറ്റുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ലീ സ്പ്രിങ്ങുകളെല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്നത് സെൻറ്റർ ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ്. യു ബോൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്പ്രിങ്ങും ആക്സിലും തമ്മിൽ ഘടിപ്പിക്കുന്നത്. ഈ യു ബോൾട്ട് സ്പ്രിങ്ങിൻ്റെ അടിയിലായിട്ടുള്ള പ്ലേറ്റുമായിട്ടാണ് ബോൾട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒന്നിലധികം പ്ലേറ്റുകൾ ഉള്ളതുകൊണ്ട് സ്ട്രാപ്പ് ഉപയോഗിച്ച് ഈ പ്ലേറ്റുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ സ്ട്രാപ്പുകളാണ് സ്പ്രിങ്ങിനെ അലൈൻഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയ ലീഫിന് പറയുന്ന പേരാണ് മെയിൻ ലീഫ്. മെയിൻ ലീഫിൻ്റെ രണ്ട് എൻഡിലും ഐ ഉണ്ടായിരിക്കും. ആ ഐയിലാണ് ഐ ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫ്രെയിമുമായി ലീ സ്പ്രിങ്ങിനെ ബന്ധിപ്പിക്കുന്നത്. മുൻവശത്ത് റിജിഡ് ആയിട്ടുള്ള ഫ്രെയിമിലേക്കായിരിക്കും ബോൾട്ട് ഉപയോഗിച്ചിട്ട് ലീഫിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാകുക. പുറകുവശത്താണ് ഷാക്കിൾ ഉണ്ടാകുക. കാരണം ഹമ്പുകളൊക്കെ ചാടുമ്പോൾ ഉണ്ടാകുന്ന ലെങ്ത് വേരിയേഷൻ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷാക്കിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ചില ലീ സ്പ്രിങ്ങുകളിൽ പ്ലേറ്റുകൾക്കിടയിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെയോ നൈലോണിൻ്റെ ഇൻസേർട്ടുകൾ ഉണ്ടായിരിക്കും. കാരണം പ്ലേറ്റുകൾ തമ്മിൽ ഒരയാതിരിക്കുന്നതിന് വേണ്ടി, ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതിനും ഘർഷണം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സ്പ്രിങ്ങിൻ്റെ ഐസിൽ ബുഷസ് ഉണ്ടായിരിക്കും. റബ്ബർ ബുഷോ അല്ലെങ്കിൽ നൈലോൺ ബുഷോ ആണ് ഉപയോഗിക്കുന്നത്. ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിൽ കോപ്പർ ബുഷസും ഉപയോഗിക്കാറുണ്ട്. സ്പ്രിങ്ങിൻ്റെയും സ്പ്രിങ് മൗണ്ടിങ് പാഡിൻ്റെയും ഇടയിലായിട്ട് റബ്ബർ പാഡുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു ലീ സ്പ്രിങ്ങിൻ്റെ സർവീസിങ്ങും മെയിൻ്റനൻസും റിപ്പയറും
നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് എന്തൊക്കെ ടൂൾസാണ് ആവശ്യമായിട്ടുള്ളത്? ഹൈഡ്രോളിക് ജാക്ക്, സ്ക്രൂ ജാക്ക്, സപ്പോർട്ടിംഗ് സ്റ്റാൻഡ്സ്, സോക്കറ്റ് സ്പാനർ, ഓപ്പൺ എൻഡ് സ്പാനർ, ഡബിൾ എൻഡ് റിംഗ് സ്പാനർ, സ്പ്രിംഗ് ക്ലാമ്പ്, ആൻവിൽ, ഹാമർ എന്നിവയൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? ടു ക്യാരി ഔട്ട് ദ സർവീസിംഗ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ലീ സ്പ്രിംഗ്. ലീ സ്പ്രിങ്ങിൻ്റെ സർവീസ്, മെയിൻ്റനൻസ്, റിപ്പയർ എന്നിവയാണ്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനത്തിനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യണം. അതിനുശേഷം കൃത്യമായ ഹൈറ്റിൽ സ്റ്റാൻഡ് എടുത്ത് ചാസിസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡ് എടുത്ത് ആക്സിൽ അല്ലെങ്കിൽ ആക്സിൽ ബീമിനെ സപ്പോർട്ട് ചെയ്യണം. കൃത്യമായ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് യു ക്ലാമ്പിൻ്റെ നട്ട് ലൂസ് ചെയ്ത് യു ക്ലാമ്പ് ബോൾട്ട് റിമൂവ് ചെയ്യുക. ചേസിസിൻ്റെ ഫിക്സഡ് എൻഡിലുള്ള ഷാക്കിൾ പിന്ന് അഴിച്ചു മാറ്റുക. അതിനുശേഷം വളരെ പതുക്കെ ലീ സ്പ്രിംഗ് അസംബ്ലി സെറ്റിനെ ചേസിസിൽ നിന്ന് ഇറക്കി വയ്ക്കുക. ലീ സ്പ്രിംഗ് സെറ്റിനെ ഒരു വർക്ക് ബെഞ്ചിലേക്കാണ് നമ്മൾ എടുത്തു വയ്ക്കേണ്ടത്. അതിനുശേഷം വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുത്ത് ലീ സ്പ്രിംഗ് വൈസിൽ വെച്ചതിന് ശേഷം സെൻറ്റർ ബോൾട്ട് അഴിച്ചെടുക്കുക. സ്പ്രിംഗ് ലീവ്സിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കൃത്യമായ ഓർഡർ വയ്ക്കുക. അതിനുശേഷം ലീഫ് സ്പ്രിങ്ങുകളെ എല്ലാം ക്ലീൻ ചെയ്യുക. ഓരോ ലീഫിൻ്റെയും ആംഗിളുകൾ പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ലീഫ് സ്പ്രിങ് റീപ്ലേസ് ചെയ്യുക പൊട്ടിയിട്ടുണ്ടെങ്കിൽ. ചില സ്പ്രിങ്ങുകൾ വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആംഗിള് ശരിയായിട്ടുള്ളതായിരിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമ്പറിംഗ് പ്രോസസ്സ് ചെയ്യണം. പിന്നീട് മാസ്റ്റർ ലീഫ് എടുത്തിട്ട് അൻവിലിൽ വെച്ചതിന് ശേഷം ഹാമർ ചെയ്താണ് ഇതിനെ കൃത്യമായ ആംഗിളിലേക്ക് ക്യാമ്പർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ലീവ്സിനെ എല്ലാത്തിനെയും പ്രോപ്പർ ഓർഡറിൽ വെച്ചതിന് ശേഷം ഗ്രാഫൈറ്റ് ഗ്രീസ് ഓരോ ലീഫിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സ്പ്രിംഗ് വൈസിൽ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം സെൻറ്റർ ബോൾട്ട് ഇട്ടുകൊണ്ട് ആ കൃത്യമായ അളവിലുള്ള ടോർക്ക് കൊടുത്തുകൊണ്ട് അതിനെ ടൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാ ലീഫിനും ഇത് തന്നെ ചെയ്യുക, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലീഫ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ ലീ സ്പ്രിങ്ങിലും ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. ഓരോ ലീഫിൻ്റെയും ഇടയിലായിട്ട് ഗ്രാഫൈറ്റ് ഗ്രീസ് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ മാസ്റ്റർ ലീഫിൻ്റെ ഐ ഹോളിലെ ഓപ്പണിങ് ചെക്ക് ചെയ്യണം. അത് കൂടുതൽ വൈഡൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിടർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ചാറ്ററിങ് നോയ്സ് ഉണ്ടാക്കാൻ കാരണമാകും. അങ്ങനെയാണെങ്കിൽ അത് അൻവിലിൽ വെച്ചിട്ട് ഐ ഹോളിൻ്റെ സൈസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാക്കിലുള്ള ഐ ബുഷിനെ റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ഷാക്കിൽ പിന്നിനെ ഇൻസ്പെക്ട് ചെയ്യുക. അതിന് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. അതിനുശേഷം ലീ സ്പ്രിംഗ് സെറ്റിനെ ആക്സിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഷാക്കിൽ പിന്ന് ചേസിസിലേക്ക് ബന്ധിപ്പിക്കുക. ഷാക്കിൽ പിന്ന് തേയ്മാനം വന്നിട്ടുണ്ട് എങ്കിൽ
അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം യു ക്ലാമ്പ് ബോൾട്ട് സ്പ്രിംഗ് സെറ്റിലേക്ക് ഇട്ടതിന് ശേഷം ക്ലാമ്പ് നട്ടുകളിട്ട് കൃത്യമായ ടോർക്ക് ഉപയോഗിച്ച് ആക്സിലിലേക്ക് ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.